എമ്പുരാൻ സിനിമ പുറത്തിറങ്ങുന്നതിന് മുമ്പ് സംവിധായകരും നിർമ്മാതാക്കളുമൊക്കെ വമ്പൻ ഹൈപ്പാണ് ഉണ്ടാക്കിയത്. പൃഥ്വിരാജ് എല്ലായിടവും ഓടി നടന്ന് ഇന്റർവ്യൂ നൽകി. സൂപ്പർ ഹിറ്റാകുമെന്നും വലിയ പ്രതീക്ഷയോടെയും കൊണ്ടുവന്ന സിനിമ ഒരു തരത്തിലും കൊള്ളാവുന്ന സിനിമയായിരുന്നില്ല എന്നും വെറും രാഷ്ട്രീയം, കേവലമായ രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട സിനിമയായിരുന്നുവെന്നും ജനങ്ങൾക്ക് ബോധ്യമായി. ദേശീയവാദികളായ ചിലരുടെ പ്രതിരോധം കൂടിയായപ്പോൾ പൃഥ്വിരാജിന് അടപടലം തിരിച്ചടിയാണ് ഉണ്ടായത്. സംഘപരിവാർ അനുകൂലികളെ കാര്യമാക്കുന്നില്ല എന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവാദങ്ങളൊന്നും തങ്ങളെ ബാധിക്കുന്നില്ല എന്നും മല്ലിക ഇറങ്ങി പറയുന്നുണ്ടെങ്കിലും ബാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. സാധാരണഗതിയിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വലിയ രീതിയിൽ വർത്തമാനം പറയുന്ന പൃഥ്വിരാജ് ഇത്തവണ മിണ്ടിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. മിണ്ടാനുള്ള കാരണങ്ങളൊന്നും തന്നെ, അല്ലെങ്കിൽ ന്യായീകരിക്കാനുള്ള കാരണങ്ങളൊന്നും തന്നെ പൃഥ്വിരാജിന്റെ പക്കലില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകപക്ഷീയമായി നിർമ്മിക്കപ്പെട്ട ഒരു സിനിമ എന്ന രീതിയിൽ പൃഥ്വിരാജിന്റെ സിനിമയ്ക്കെതിരെ ഉയർന്ന വെല്ലുവിളി ഗൗരവകരമായി തന്നെ കാണേണ്ടതുമാണ്. ആ സിനിമ നിർമ്മാതാവ് ഗൗരവമായി കണ്ടതുകൊണ്ട് തന്നെ സിനിമയിൽ റീ എഡിറ്റിംഗ് വരുത്തുകയും വീണ്ടും ആ സിനിമ പ്രദർശിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ പൃഥ്വിരാജിന് ആദായനികുതി വകുപ്പിന്റെ നോട്ടീസ് കൂടി ലഭ്യമായിരിക്കുന്നു. അപ്പോഴും പൃഥ്വിരാജ് മൗനത്തിലാണ്. വീണ്ടും പൃഥ്വിരാജിനെ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് അമ്മ മല്ലിക തന്നെയാണ്. മകൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നും അന്വേഷണത്തെ ഭയക്കുന്നില്ല എന്നുമാണ് മല്ലിക പറയുന്നത്. നടൻ പൃഥ്വിരാജ് സുകുമാരന് ആദായനികുതി വകുപ്പ് നോട്ടീസ് അയച്ചതിൽ പ്രതികരണവുമായാണ് താരത്തിന്റെ അമ്മ മല്ലിക സുകുമാരൻ രംഗത്തെത്തിയത്. തങ്ങൾ അന്വേഷണത്തെ ഭയക്കുന്നില്ലെന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത്. 2022 പുറത്തിറങ്ങിയ 3 സിനിമകളിൽ നിന്നുള്ള പൃഥ്വിരാജിന്റെ വരുമാനം സംബന്ധിച്ച വിശദീകരണം തേടിയാണ് ആദായനികുതി വകുപ്പ് മാർച്ച് 29 തന്നെ നോട്ടീസ് അയച്ചത്. ഈ വിവരം ഇപ്പോഴാണ് പുറത്തു വരുന്നത്. ഏപ്രിൽ 29 വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. കടുവ, ജനഗണമന, ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച വിവരങ്ങൾ നൽകണമെന്നാണ് വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സിനിമകളുടെ സഹനിർമ്മാതാവായിരുന്ന പൃഥ്വിരാജ് നടൻ എന്ന രീതിയിൽ ചിത്രത്തിൽ നിന്ന് പ്രതിഫലവും വാങ്ങിയിരുന്നില്ല. സഹനിർമ്മാതാവ് എന്ന നിലയിൽ നിർമ്മാണ കമ്പനിയുടെ പേരിൽ 40 കോടിയോളം രൂപയാണ് പൃഥ്വിരാജ് വാങ്ങിയെടുത്തത്. ഈ പണം എവിടെ നിന്നാണെന്നും എങ്ങനെയാണ് അത്ര പണം വന്നതും എന്നുമാണ് വ്യക്തത വരുത്തേണ്ടതെന്ന് ആദായനികുതി വകുപ്പ് ആവശ്യപ്പെടുന്നുണ്ട്. ഇത് സ്വാഭാവിക നടപടിയാണെന്ന് ആദായനികുതി വകുപ്പ് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം പൃഥ്വിരാജിനെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ അന്ന് ആദായനികുതി വകുപ്പിന്റെ നോട്ടീസ് കിട്ടിയിട്ടില്ലെന്നും തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് പൃഥ്വിരാജ് രംഗത്ത് വന്നിരുന്നു. പൃഥ്വിരാജിന്റെ ഇടത് പ്രേമത്തിന് പിന്നിലും ഈ ഗുജറാത്ത് സംഭവം ചർച്ചയാക്കിയതിന്റെ പിന്നിലും ഈ വൈരാഗ്യമാണ് എന്ന സൂചനകളുണ്ട്. കഴിഞ്ഞ 6-7 വർഷമായി പൃഥ്വിരാജിന്റെ സാമ്പത്തിക വളർച്ച അത് സാധാരണക്കാരായ ജനങ്ങളെ പോലും അതിശയിപ്പിക്കുന്നതാണ്. അത്രയധികം സിനിമകളോ അല്ലെങ്കിൽ അത്രയധികം വലിയ രീതിയിലുള്ള നിർമ്മാണങ്ങളോ നടത്താൻ സാധിക്കാത്ത പൃഥ്വിരാജ് എങ്ങനെയാണ് ഇത്രയധികം കോടികളുടെ സാമ്പത്തിക ഭദ്രത കരസ്ഥമാക്കിയതെന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഏതായാലും പൃഥ്വിരാജിന് ഇവിടെ നിന്നാണ് ഈ പണമെല്ലാം വരുന്നത് എന്ന് തീർച്ചയായും വിശദീകരിക്കേണ്ടത് തന്നെ വരും. അതിന് എമ്പുരാൻ ഇറക്കി ഒരു രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ ഇരവാദം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് പൃഥ്വിരാജ് നടത്തിയെന്ന് വ്യക്തം. ഇപ്പോഴും ഒരക്ഷരം ഉരിയാടാതെ കാണാമറയത്താണ് പൃഥ്വിരാജ്. വാ തുറന്നാൽ വാചാലനാകുന്ന പൃഥ്വിരാജിന് ഉത്തരം മുട്ടിപ്പിക്കാൻ ചില ദേശീയവാദികൾക്ക് കഴിഞ്ഞു എന്നത് ഏറ്റവും വലിയ വിജയമാണ്. പൃഥ്വിരാജിന്റെ അമ്മയും ഭാര്യയുമാണ് വെല്ലുവിളികളും കരച്ചിലും മെഴുകലുമൊക്കെയായി ഇപ്പോൾ രംഗത്ത് വരുന്നത്. പൃഥ്വിരാജ് കാണാമറയത്ത് തന്നെ.